റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ബസ് തൊഴിലാളി സംയുക്ത സമരസമിതി പ്രഖ്യാപിച്ച സൂചനാ സമരം തുടങ്ങി. കനത്ത മഴയ്ക്കിടയിൽ പണിമുടക്ക് യാത്രക്കാരെ പ്രയാസത്തിലാക്കി. പണിമുടക്ക് കണക്കിലെടുത്ത് KSRTC അധിക സർവീസുകൾ നടത്തുന്നുണ്ട്. ഓട്ടോ, ടാക്സി, ജീപ്പ് എന്നിവ സമാന്തര സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ദീർഘദൂര യാത്രക്കാർക്കും ഉൾനാടുകളിലേക്കുള്ള യാത്രക്കാർക്കുമെല്ലാം യാത്രാ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. രാവിലെ 6-ന് ആരംഭിച്ച സമരം വൈകുന്നേരം 6 വരെ തുടരും. ഇതര പ്രദേശങ്ങളിലെ ബസ്സുകൾ താലൂക്ക് അതിർത്തി വരെ സർവീസ് നടത്തുന്നുണ്ട്. കോഴിക്കോട് നിന്നുള്ള ബസ്സുകൾ മൂരാട് പാലം വരെയും തലശ്ശേരി നിന്നുള്ള ബസ്സുകൾ അഴിയൂർ ചുങ്കം വരെയുമാണ് സർവീസ് നടത്തുന്നത്. ദേശീയപാതയുടെയും സംസ്ഥാന പാതകളുടെയും ദുരവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത സമരസമിതി സമരം പ്രഖ്യാപിച്ചത്. അതിനിടെ വടകര കൊയിലാണ്ടി റൂട്ടിൽ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് സമരാനുകൂലികൾ തടയുന്ന സാഹചര്യവും ഉണ്ടായി. ഡ്രൈവർക്ക് മർദ്ദനമേറ്റെന്നാണ് പരാതി. വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ബസ് തടഞ്ഞ് മർദ്ദിച്ചതെന്നാണ് പരാതി. ഇവർ വടകര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രശ്ന സാധ്യത കണക്കിലെടുത്ത് പോലീസ് സന്നാഹം പുതിയ ബസ് സ്റ്റാൻഡിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.